തിരക്കാണ്. ഒരുപക്ഷെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയ്ക്ക് വലിയ ജനസാഗരമാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്തും പുറത്തും ഇപ്പോൾ ഉള്ളത്. അതിലൊട്ടും അതിശയപ്പെടാനില്ല, അത്ഭുതപ്പെടാനില്ല. നമ്മൾ ഇത്രയും ദിവസവും ഇത്രയും മണിക്കൂറുകളും കണ്ടത് തന്നെയാണ് ഈ ആൾക്കൂട്ടത്തിൻ്റെ വരവ്. പക്ഷേ അതിശക്തമായിട്ടുള്ള അത്രയ്ക്ക് വലിയ ആൾക്കൂട്ടമാണ് വന്നിരിക്കുന്നത്. ഇവിടെ അല്പം മുമ്പ് മുഖ്യമന്ത്രി വന്നപ്പോൾ തന്നെയും ഗേറ്റ് ഒരു തവണ തുറന്നപ്പോൾ അകത്തേക്ക് ആളുകൾ കയറിയതാണ്. തൊട്ടു പിന്നാലെ VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇങ്ങോട്ടേക്ക് വന്നു. അതുവരെ ഒരല്പം ചെറിയ മട്ടിലെങ്കിലും പതിഞ്ഞതായിരുന്ന മുദ്രാവാക്യം വിളികൾ അതിശക്തമായ രീതിയിൽ കനത്ത തോതിൽ തന്നെ ഉയർന്നു. അങ്ങേയറ്റം കനത്ത മുദ്രാവാക്യം വിളികളിലേക്ക് VS അച്യുതാനന്ദന് അർഹിക്കുന്ന തരത്തിലുള്ള ആദരവ് തന്നെ ആ വിടവാങ്ങൽ തന്നെ കൊടുക്കും എന്ന നിശ്ചയദാർഢ്യമുള്ള ചെറുപ്പക്കാരുടെ വലിയ അതിശക്തമായുള്ള മുദ്രാവാക്യം വിളികളാണ് ഉയർന്നത്. ഇവിടെ ഇതിനകത്തേക്ക് കയറിയിട്ട് അപ്പോൾ കൃത്യം VS അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരം വാഹനത്തിൽ നിന്നെടുത്ത് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൻ്റെ ഗേറ്റ് തുറന്ന് ഗേറ്റിന് മുകളിലൂടെ കൊണ്ടുവരുമ്പോൾ കൃത്യം ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ തൊട്ടടുത്ത് ലെഫ്റ്റ് സൈഡിലാണ് ഉണ്ടായിരുന്നത്. കൃത്യം ആ സമയത്താണ് മഴ കനത്ത് വീണ്ടും പെയ്തത്. നേരത്തെ 2-3 തവണ മഴ ശക്തമായിട്ട് പെയ്തതാണ്. പക്ഷേ ഒന്ന് ഒതുങ്ങി നിൽക്കുകയായിരുന്നു. പക്ഷേ അതിന് തൊട്ടു പിന്നാലെ അതിശക്തമായുള്ള മഴയാണ് ഉയർന്നത്. ഇപ്പോൾ അകത്ത് കയറിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുകയാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ വലിയ ആദരവോടെയുള്ള ഒരു യാത്രയയപ്പ് നൽകണം എന്ന നിശ്ചയദാർഢ്യം നമുക്ക് അവിടെ കാണാം. ആ നിലക്ക് അതിശക്തമായിട്ടുള്ള ഒരു സ്നേഹ വായ്പ, അങ്ങേയറ്റം വലിയ ഒരു സ്നേഹ വായ്പ അദ്ദേഹത്തിന് നൽകുന്നു എന്നതാണ്. വലിയ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ആ അർത്ഥത്തിൽ മഴ തുടരുന്നുണ്ട്. പക്ഷേ ആളുകളുടെ ആവേശത്തെ അതൊരു നിലക്കും ബാധിക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഇപ്പോഴും വലിയ ആൾക്കൂട്ടം എനിക്ക് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ കണ്ട ഒരു മരത്തിൽ തൊട്ടടുത്തൊരു മാവ് ഉണ്ട്. ആ മാവിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. മഴ കൂടെ കനത്തോട് കൂടിയിട്ട് ആളുകൾ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വന്നുകൊണ്ടാണ് മുകളിലേക്ക് കയറിയത്. ഇവിടെ നിന്ന് എനിക്ക് പുറത്ത് ദൂരെ കാണാം അങ്ങേ അറ്റം വരെ വലിയ ആൾക്കൂട്ടം. ഈ കുടകളുടെ ഒരു പരപ്പാണ്, പല നിറത്തിലുള്ള കുടകളുടെ ഒരു പരപ്പാണ് നമുക്ക് കാണാനാകുന്ന ഈ റോഡ് മുഴുവൻ. എൻ്റെ ഇടത്ത് സൈഡിൽ ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ റോഡിൽ ഇതിനപ്പുറത്തുള്ള വീടിൻ്റെ വളപ്പ്, അത് കഴിഞ്ഞ് അപ്പുറത്ത് കുറച്ച് ദൂരെ ഈ റോഡ് കാണാം. അവിടെ മുഴുവൻ ഈ പല നിറങ്ങളിലെ കുടകളുടെ മേലാപ്പാണ് കാണുന്നത്. ഈ മഴ താണ്ടിയിട്ടും ഇത്രയും നേരം നിൽക്കുന്ന ആളുകൾ നിൽക്കുകയാണ്. VS അച്യുതാനന്ദൻ എത്രത്തോളം പ്രിയങ്കരനായിരുന്നു മലയാളി ജനതയ്ക്ക്, കേരളത്തിന് എന്നതിന് ഇതിനേക്കാൾ വലിയ സാക്ഷ്യം വേണ്ട. ഓരോ മണിക്കൂറിലും ഓരോ ഇടത്തും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വയ്ക്കുമ്പോൾ അവിടെ കാണുന്ന ആൾക്കൂട്ടമായിരിക്കും ഏറ്റവും വലുത് എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. പക്ഷേ അടുത്ത നിമിഷം അടുത്ത സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇതാ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകളാണല്ലോ ഇവിടെ ഉള്ളത് എന്ന തോന്നലാണ് നമുക്ക് ഉണ്ടായി വരുന്നത്. ഇപ്പോഴും പുറത്ത് അക്ഷമരായിട്ട് ആളുകൾ കാത്തു നിൽക്കുക തന്നെയാണ്. എനിക്ക് ഈ കാര്യങ്ങളെ ഇവിടെ നിന്ന് കാണുമ്പോൾ യഥാർത്ഥമായിട്ടും എന്തുമാത്രം വലിയ ഒരു സ്നേഹ വായ്പാണ് അദ്ദേഹത്തോട് VS അച്യുതാനന്ദനോട് കേരള ജനതയ്ക്ക് ഉണ്ടായിരുന്നത് എന്നതാണ്, പ്രത്യേകിച്ചും ഈ ആലപ്പുഴയിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നത് എന്നതാണ് പ്രത്യേകം വീണ്ടും ആവർത്തിച്ച് പറയാൻ വേണ്ടി തോന്നുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്തേക്ക്, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്തേക്ക് വന്നു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു K. സുരേന്ദ്രനെ പോലുള്ള നേതാക്കൾ ആദ്യമായിട്ടായിരിക്കണം ഈ CPM-ൻ്റെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് നിശ്ചയമായിട്ടും വരുന്നുണ്ടാവുക. CPIM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് BJP-യുടെയും കോൺഗ്രസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളടക്കമുള്ള ആളുകളുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ ആൾക്കൂട്ടം ഇപ്പോഴും വന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ നിലക്ക് വന്ന് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എല്ലാവരെയും കാണിക്കും എന്ന ഒരു ഉറപ്പ് നേതൃത്വം അണികൾക്ക് കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഈ ഒരു വാഹന തിരക്ക്, നേരത്തെ ഈ ഒരു ആളുകളുടെ തിരക്ക് അമിതമായപ്പോൾ വല്ലാത്ത തോതിൽ ഈ ഗേറ്റ് തുറന്നിങ്ങോട്ട് ആളുകൾ വരുമോ എന്ന് ഒരു ഘട്ടത്തിൽ ഭയന്നപ്പോൾ ആളുകൾ ആ തരത്തിൽ ഒരു ഉറപ്പ് അദ്ദേഹത്തിന് നാട്ടുകാർക്ക് കൊടുത്തിരുന്നു. ഉറപ്പായിട്ടും ആളുകളെ മുഴുവൻ കാണിച്ചതിന് ശേഷം മാത്രമേ ഭൗതിക ശരീരം കൊണ്ടുപോവുകയുള്ളൂ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എന്ന് അവർ പറഞ്ഞിരുന്നു. ആ ഉറപ്പ് പാലിക്കേണ്ടതുണ്ട് അവർക്ക്. പക്ഷേ അതത്രയ്ക്ക് ക്ഷിപ്രസാധ്യമാണോ എന്നത് ഒരു കാര്യമാണ്. ആ തരത്തിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് ഇപ്പോൾ പെയ്യുന്നത്. അതിശക്തമായിട്ടുള്ള മഴ, നേരത്തെ ഏറ്റവും കൂടുതൽ മഴ, ഈ ദിവസത്തിൻ്റെ ഏറ്റവും ശക്തമായ മഴ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പെയ്യുകയാണ്. ഒരു സ്ഥലത്തേക്കും മഴയത്ത് നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. അതിശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് വലിയ ആൾക്കൂട്ടമുണ്ട്. പുറത്ത് ഈ കനത്ത മഴ, ഇത്രയും നേരം ഉള്ളതിനേക്കാൾ വലിയ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴും ആളുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടില്ല എന്നാണ് ഞാൻ കാണുന്നത്. വലിയ ശക്തമായിട്ടുള്ള മഴ. താങ്ക് യു.